Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. മോനെ ആ നിങ്ങളാരും കേറുന്നില്ലേ? ഷിയാസിനവന്റെ മോളെ കാണാഞ്ഞിട്ടേ ഇരിപ്പ് ഉറക്കുന്നില്ല. 3 വർഷം ഗൾഫിൽ നിന്നല്ലേ. ഹലോ, ആരടാ? എടാ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകണം. എന്താടാ? എന്ത് പറ്റി? ഒന്നുമില്ലടാ, ഞാൻ വന്നിട്ട് പറയാം. നിന്റെ വണ്ടി എടുത്തിട്ട് ഷിയാസിനൊന്ന് വീട്ടിലാക്കാം. ഓക്കെടാ, ശരിടാ. അമ്മയെ ചാവിയും കൊടുത്തേ. ആ ബാഗ് എടുത്തേക്ക് വെക്കാം. ഈ ബാഗ് ഇവിടെ വെച്ചു. അമ്മ ഞാൻ ഇവരെ ഒന്ന് കൊണ്ടാക്കിട്ട് വരട്ടെ. കാര്യം അമ്മായിമനൊക്കെ തന്നെ. എന്നാൽ അങ്ങേർക്ക് ചാവാങ്ങിട്ടൊരു നേരം. എടാ, വീട്ടിൽ വരെ പോയിട്ടും വൈഫിനെ കൊച്ചിരുന്ന് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ കാളയളിയാ. എന്തായാലും നമുക്ക് അവരെ പിന്നെ പിടിക്കാം. അളിയാ, നമുക്ക് പ്രദീപിനെ വിളിക്കണ്ടേ?
ഒന്നും മിണ്ടാതിരിയടാ. നാടൻ കള്ളടിക്കണ മൂഡിൽ നിൽക്കുമ്പോഴാണ് അവനെ പൊക്കാന്ന്. അവനെ നമുക്ക് പിന്നെ പൊക്കാം. ആദ്യം നമുക്ക് ഇവന്റെ ടെൻഷൻ അങ്ങ് മാറ്റാം. അത് തന്നെ അളിയാ. എന്നാ പിന്നെ ചാടി കേറാ. കേറിയിടാ. പോ. നിർത്തടാ. ഒതുക്ക്. ഇങ്ങോട്ട്. മതി. ഒരുത്തരും കൂടെ വന്ന് ചാടിയിട്ടുണ്ട്. നല്ലോണം ഊതറ. സാറേ യുവമാര് നല്ല ഫിറ്റാ. ആഹാ, അത് നന്നായി. മക്കളിൽ ആരാ വണ്ടി ഓടിച്ചത്? നീ വാ. സാറേ ഇവനാണോ അതോ അവൻ? ഞങ്ങൾ അതോ ഞാനാണോ സാറേ? ഞങ്ങൾ എല്ലാരും കൂടിയാ. നമ്മളാണോ? ബുക്കും പേപ്പറും ഉണ്ടോടാ? ഉണ്ട്. എന്താ സാറേ പാസ്പോർട്ട്? ഇപ്പൊ മക്കളുടെ എത്ര കാശുണ്ട്? കുറച്ചേ ഉള്ളൂ. ഒരുപാടൊന്നുമില്ല. നീ എടുക്കടാ. മക്കളൊരു കാര്യം ചെയ്യും, കള്ളിറങ്ങിയിട്ട് നാളെ വാ. എന്നിട്ട് ഇത് മേടിച്ചോണ്ട് പോ. ചെല വണ്ടിയുടെ ആക്സിഡന്റ് ഞാൻ എല്ലാരും ഇറങ്ങിക്കോ. നാശം. ഈശ്വരാ, നേരെ ഇരുട്ടായല്ലോ. ലാസ്റ്റ് ബസ് 8:35 ഉള്ളൂ. ഇവിടെ ഉള്ളവർക്ക് ഇവിടെ ഇറങ്ങാം, അല്ലാത്തവർക്ക് നടന്നു പോവാം. കൃഷ്ണ, ഇനി ഇവിടുന്ന് എങ്ങനെയാ പോവാ? വണ്ടി നിർത്ത. ഇവിടെ ഇങ്ങനെ വേണമെങ്കിൽ വിളിച്ചു നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ ഏതായാലും മുട്ടാൻ വണ്ടി റിവേഴ്സ് എടുക്കണം. ജോണി ഹലോ, മാളൂല്ലേ? അതെ, മാഷനാണോ? അതെ മോളെ. അബു ഇതുവരെ എത്തിയിട്ടില്ല. ഇനിയും എത്തിയില്ലേ? അവള് വന്നോളും, ടെൻഷൻ അടിക്കണ്ട. മോള് നേരത്തെ വന്നോ? ഞാൻ പോയില്ലായിരുന്നു, സുഖമില്ലാഞ്ഞിട്ട് തിരിച്ചു പോന്നു. അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല.
പേടിക്കണ്ട മാഷിച്ച, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഇവിടെ പോയി. എന്താ എടാ ഒന്ന് പതുക്കെ. നമ്മൾ എവിടെ എത്തി മച്ചു? ഇതിപ്പോ അട്ടപ്പാടിയാന്ന് തോന്നുന്നു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, ഇതുവഴി ആനമുടിയിലേക്ക് വിട്ടോ. അവിടെ എന്റെ അമ്മാവന്റെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. അവിടെ ഈ പണിക്കാർക്കായിട്ട് പണിത ഒരു പഴയ വീടുണ്ട്. ഇന്ന് നമുക്ക് അവിടെ കൂടാളിയാ, ഒരു പ്രശ്നമില്ല. വീട് നീ അറിഞ്ഞോ? 1000 ഷാപ്പുകൾ. മച്ചു അവിടെ ഇറക്ക്, ഞാൻ ലൈറ്റ് ഇട്ടിട്ട് വരാം. ഇങ്ങോട്ട് ഇറക്കടാ, അവളെ പിടിച്ചിറക്കടാ. എന്താടാ അവിടെ ഇറങ്ങൂല്ലേ? അനക്കൂല്ലല്ലോടാ. എന്താടാ അവള് ചത്തോ? എന്താ എഴുന്നേക്ക. ഈശ്വര, ഇനി നമ്മൾ എന്ത് ചെയ്യും? എടാ ഇവിടെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചാൽ നമ്മൾ പിടിക്കപ്പെടും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ വീട്ടിലിട്ട് പൂട്ടാം. എന്നാ പിന്നെ വന്ന് പിടിയടാ. സാറിന് ഇത് നാളെ SP ഓഫീസിലേക്ക് അയക്കണം. എന്താടാ? സാർ, ഞങ്ങൾ കുറച്ച് ഓവറായിരുന്നു സാർ. ആ പാസ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ. ഇനി ഞങ്ങളിത് ആവർത്തിക്കില്ല സാർ. ആ പാസ്പോർട്ട് ഇങ്ങ് എടുക്കും. ഇതാ സാർ പാസ്പോർട്ട്. പിടി. താങ്ക് യു സാർ. ഇനി ഇത് ആവർത്തിക്കരുത്. ഇല്ല സാർ. കേട്ടോ? സാർ. ശരി സാർ. ഓക്കെ സാർ. നിക്കേ. ഇതാരുടെടാ? സത്യം പറയടാ റാസ്കൽ, ഇതാരുടെയാ? സാർ, എന്റെ സിസ്റ്ററിന്റേതാ. സിസ്റ്ററിന്റെ. നിന്റെ സിസ്റ്ററിന്റെ പേരെന്താ? പേര് എന്താ? രാധിക. സത്യം പറയടാ റാസ്കൽ, പറയാൻ. പ്ലീസ് പ്ലീസ് സാർ, പ്ലീസ്. ഞാൻ എല്ലാം പറയാം. പ്ലീസ് ഞാൻ പറയാം. ഒരബദ്ധം പ്ലീസ് സാർ. സാർ പറഞ്ഞ എന്തുകൊണ്ട് ഞങ്ങൾ അനുസരിക്കാം. ഇല്ലെങ്കിൽ 4 കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും സാർ. പ്ലീസ് സാർ, പ്ലീസ് പ്ലീസ് സാർ. മനഃപൂർവ്വം ചെയ്തതല്ല, ഒരു അബദ്ധം പറ്റിപ്പോയതാ. രക്ഷിക്കണം സാർ. വെള്ളമടി കേസാ.
അവന്മാരെ കുറച്ചേരം അവിടെ കിടക്കട്ടെ. ശരി സർ. കേട്ടോ സർ. നീ വാ. ആ വീടിന് കീട് ഇതാ സർ. നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി നോക്കിയിട്ട് വരാം. എന്നെ രക്ഷിക്കണം സർ. ഓക്കെ. ഏതായാലും നീ കൂടുതൽ ഒച്ച വെക്കണ്ട. അവരുടെ ധാരണയിൽ നീ മരിച്ചിരിക്കുക. നമുക്ക് അവരെ ഒന്ന് ചുറ്റിക്കണ്ടേ? നീ ഇതെവിടെ പോകുന്നു? പുറത്തിരിക്കുന്ന പയ്യൻ കേട്ടാ ഞാൻ ഈ രാത്രി ബുദ്ധിമുട്ടി വന്നത് വെറുതെ ആയില്ലേ? എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ അടങ്ങി നിൽക്കും. അടങ്ങി നിൽക്കാൻ ദേഷ്യം പിടിപ്പിക്കാതെ ഉണ്ടാക്കടി. മനസ്സിലാവില്ലടി. എഴുന്നേക്കാൻ എഴുന്നേക്കാം. എങ്ങനെ മനസ്സ് വന്നടാ
ആ പാവത്തിനോട് അങ്ങനെ ചെയ്യാൻ? നീയൊക്കെ എന്താ ഡൽഹി ആവർത്തിക്കുക? സർ, ഞങ്ങളെ രക്ഷിക്കണം സർ. ഞാനൊന്ന് ആലോചിക്കട്ടെ. സെക്ഷനും വകുപ്പൊക്കെ നോക്കിയാൽ 4 പേര് വഴിയുന്നു. പിന്നെ ഒരു 10-12 വർഷത്തേക്ക് പുറം ലോകം കാണില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ തൂക്ക് കയറായിരിക്കും. നിങ്ങളെ കൈയോടെ പിടിച്ചു കൊടുത്താൽ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും നല്ല പേരാവും. പക്ഷേ ഞാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. എന്തിനാ വെറുതെ നിനക്കൊക്കെ ചീത്തപ്പേരുണ്ടാക്കുന്നേ? നീയൊക്കെ കൊച്ചു പിള്ളേരല്ലേ? ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങളെ വിട്ടയക്കാം. ആദ്യം ആ വണ്ടി പൊളിച്ച് മാർക്കറ്റിൽ കൊണ്ടുപോയി സ്ക്രാപ്പിന് കൊടുക്കണം. തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ. പിന്നെ തൽക്കാലം നിങ്ങൾ 3-4 മാസം ഇവിടുന്ന് മാറി നിൽക്കാൻ വേണം. അതിന് പറ്റിയൊരു സ്ഥലം ഞാൻ തന്നെ സംഘടിപ്പിച്ചു തരാം. പിന്നെ ആ ബോഡി നേരം വെളുക്കുന്നതിന് മുമ്പ് അവിടെ നിന്ന് മാറ്റണം. തൊട്ടപ്പുറത്ത് ഫോറസ്റ്റ് ഏരിയ, ആനയും പുലിയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലം. അവിടെ കൊണ്ട് തട്ടിയാലേ. ശരി സർ. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? പിന്നെ എനിക്കൊരു 15 ലക്ഷം രൂപയും. എന്താടാ കള്ളുടിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ലെന്ന് അറിയില്ല നിനക്കൊക്കെ? ഇവിടെ കിടന്ന് മോങ്ങി ചവിട്ടിക്കൂട്ടി മൂലക്കിട ഞാൻ കേട്ടോ. കേശൻ ചേട്ടാ, ഇവനെ പിടിച്ച് അകത്തിട്ടേ. ഞാൻ എസ്ഐയുടെ മുറി കാണും. എന്താടോ? സർ, 2 പേര് കാണാൻ വന്നിട്ടുണ്ട്. ആരാ ഈ നേരം വെളുക്കുന്നതിന് മുമ്പ് കാണാൻ വന്നിരിക്കുന്നേ? ശരി, വരാൻ പറ. ഡോ, പിന്നെ അവന്മാരെ അങ്ങ് ഇറക്കി വിട്ടേ. സർ. എന്താ കാര്യം? സർ, ഞങ്ങളുടെ മകളെ ഇന്നലെ മുതൽ കാണാനില്ല. അവൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു സാർ. ഒരു ദൂരമില്ല. എന്താ മോളുടെ പേര്? അപർണ. സാറേ, ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഞങ്ങളുടെ മോളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു തരണം. ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നിങ്ങളൊരു കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ട് പോ. ശരി.
ഇവന്റെയോ? വൈകുന്നേരത്തിനുള്ളിൽ എൻ്റെ ഒരു കൂട്ടുകാരെ കൊണ്ടുവരും. അവനൊന്നും അറിയരുത്. ഇതൊരു എൻക്വയറിയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ മൊബൈൽ ഫോണൊക്കെ ഇവിടെ വച്ചേരെ. പിന്നെ നിങ്ങൾ ആ പഴയ വീട്ടിൽ പോയി താമസിക്കും. ഞാനൊരു വണ്ടി വിട്ടേക്കാം. ചെല്. അല്ല, നിങ്ങൾ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ എവിടുത്തുകാരാ? ചേട്ടാ ഞങ്ങളത് ചേട്ടാ, ഞങ്ങള് കുറഞ്ഞ വിലയ്ക്ക് ഒരു സ്ഥലം മേടിച്ച് ഇവിടെ എന്തെങ്കിലും കൃഷി ചെയ്യാൻ വേണ്ടി വന്നതാ. പണ്ട് തെക്കുന്നും വടക്കുന്നും ഒരുപാട് പേര് കൃഷി ചെയ്യാൻ വന്നിട്ടുണ്ട്. ഈ കറങ്ങുന്ന കുന്തറാണ് വന്നതോടുകൂടി ഇവിടെ സ്ഥലത്തിനും വില കയറി. ദാമോദരേട്ടാ, അറിഞ്ഞോ, നമ്മുടെ കാട്ടിൽ ഒരു പെണ്ണിന്റെ ശവം കിടപ്പുണ്ടത്രേ. ആന്റണിയും ജോർജ് വെടിക്ക് പോയപ്പോഴാണ് കണ്ടത്. നമ്മുടെ പഞ്ചായത്ത് മെമ്പർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. എവിടെന്നെങ്കിലും ഒക്കെ ഗർഭമുണ്ടാക്കിയിട്ട് കൊന്നു കൊണ്ടുപോയിട്ടല്ലോ ഇവിടെ. ചേട്ടാ എത്രയായി? എന്താ അമ്മേ ഇങ്ങനെ രണ്ടുപേരും തുടങ്ങിയാലോ? ആരും വേണ്ടമ്മേ, നമുക്ക് മാത്രം പോവാം. മന്ത്രിയുടെ മകൾ പാലക്കാട് വിക്ടോറിയ കോളേജിൽ എന്റെ ജൂനിയറെ പഠിച്ചിരുന്നു. ഞാൻ പറഞ്ഞ അവൾ ഉപേക്ഷിക്കില്ല. അത് സാറ് അവരെല്ലാരെയും വിളിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഒരു കാര്യം ചെയ്യൂ സാർ. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കൂട്ടുകാരൻ്റെ വണ്ടിയാണ് സാർ. ഈ വണ്ടി ഇല്ലാതെ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏത് കൂട്ടുകാരൻ്റെ? അവൻ ഗൾഫിലാണ് സാർ. വണ്ടി വീട്ടിൽ ചുമ്മാ ഇരിക്കേണ്ടെന്ന് കരുതി ഞാൻ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ എടുത്തോണ്ട് പോകും. ഇയാളുടെ പേരെന്താ? ബാബുരാജ്. നല്ലൊരു പീസ്. പീസ് സാറിന്റെ ഒരു കാര്യം. വലിയ തിരക്കേടില്ല. 10-12 കൊല്ലായേ എന്റെ കൂടെ കൂടിയിട്ട്. ഭാര്യയായിട്ട് ഒരു കുട്ടിയുണ്ട്. എന്താ നോക്കുന്നോ? താൻ ആരാടോ? തനിക്ക് എന്ത് വേണം? പറ്റുമെങ്കിൽ ഒരു ജോലിക്ക് വന്നതാ. ജോലി തരാൻ ഇത് തൊഴിലവസര വേദിയല്ല, പോലീസ് സ്റ്റേഷനാ. പിന്നെ ഒരു എസ്ഐയുടെ ഒഴിവുണ്ട്. അതായാലോ? ഓ, അതായാലും മതി. സന്തോഷം. അല്ല, ഞാൻ ഇങ്ങോട്ട് വന്നത് ഇദ്ദേഹത്തിനങ്ങ് പിടിച്ചില്ലാന്ന് തോന്നുന്നു. അപ്പോ നിന്നെക്കുറിച്ച് മാറിപ്പോയ എസ് ഐ രുദ്രൻ പറഞ്ഞത് വളരെ ശരിയാണല്ലേ? മാറിപ്പോയതല്ല, സ്ഥലം മാറ്റിയതാ. സർ, കൂടുതൽ റെസ്പെക്ട് ഒന്നും വേണ്ട. സ്റ്റേഷൻ കാര്യങ്ങൾ വെടിപ്പാറ്റി നടക്കണം. എവിടെയാ വീടുണ്ടെന്ന് പറഞ്ഞത്? സർ, ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് 2ാമത്തെ ടേണിങ്ങിൽ 3ാമത്തെ വീട്. സർ, നേരത്തെ ആളറിയാതെ. ഓക്കെ ഓക്കെ. അപർണ കൊലക്കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ നാളെ രാവിലെ 8 മണിക്ക് എന്റെ ടേബിളിൽ ഉണ്ടായിരിക്കണം. വിത്തൗട്ട് എനി എക്സ്ക്യൂസ്. മനസ്സിലായല്ലോ? ഓക്കെ സർ. സ്റ്റേഷനിൽ യൂണിഫോമിലായിരിക്കണം. വരൂ, ഇരിക്കെ. എന്താ കുട്ടിയുടെ പേര്? മാളവിക. ഓക്കെ. നിങ്ങളും മരിച്ച അപർണയും തമ്മിൽ എത്ര നാളത്തെ ബന്ധമുണ്ട്? കുഞ്ഞുനാളെ മുതൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, വളർന്നതും പഠിച്ചതും. ജോലിക്ക് അപേക്ഷിച്ചതുവരെ ഒരുമിച്ചായിരുന്നു. അവള് മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്താ അപർണ ഒറ്റയ്ക്ക് പോകാൻ കാരണം? സാർ, അത് നിങ്ങൾ രണ്ടാളും വീട്ടിൽ നിന്നിറങ്ങി, നീ മാത്രം തിരിച്ചു വന്നു എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അതെ സാർ, ഷോപ്പിംഗ് കഴിഞ്ഞ് അവള് നേരെ അമ്പലത്തിലേക്കാണ് പോയത്. അപ്പോ എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്ത കാരണം കൊണ്ടാ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്നത്. അപർണയ്ക്ക് ആരോടെങ്കിലും പ്രണയം? എന്റെ അറിവിലില്ല സാർ.
ശരി, ഇപ്പൊ കുട്ടി പൊയ്ക്കോളൂ, ഞാൻ ഇനിയും വിളിപ്പിക്കും. ശരി സാർ. ജോണി, എന്താടാ? നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് സൂക്ഷിക്കണം, വല്ലാതെ അങ്ങ് പുറത്തിറങ്ങണ്ട. ശരി സർ, ഇറങ്ങില്ല. പുതിയ SI ചാർജ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. സർ, വല്ല പ്രശ്നമുണ്ട് സർ? ഏയ്, അതൊന്നുമല്ല. നമുക്ക് ചില കളികൾ ഇവിടെ കളിക്കണം, നിങ്ങൾക്കും ഗുണം ചെയ്യും. അതെന്താ സർ? അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. തൽക്കാലം ഈ ഫോൺ വെച്ചോ. ഇത് വേറെ ആളുടെ പേരിലുള്ള സിം കാർഡാണ്, അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് കലങ്ങി തെളിയുന്നവരെ നിങ്ങൾ ഇവിടെ നിൽക്കും. നിങ്ങളുടെ സഹായത്തിന് ഇവനും ഉണ്ടാവും. മന്ദബുദ്ധി ആയതുകൊണ്ട് പറയുന്ന പണിയൊക്കെ ചെയ്തോളും, വേറെ ഉപദ്രവമില്ല. ഈ കോലത്തിൽ എങ്ങനെയാ സാറേ ഇയാളെ ഞങ്ങളുടെ കൂടെ നിർത്തുന്നത്? അത് അവനെ ഒന്ന് കുളിപ്പിച്ചെടുത്താൽ മതി, സാവധാനം നന്നായിക്കോളും. നീ എവിടെ പോന്നു? നിനക്ക് തിന്നാൻ ഇവര് തരും, ഇവരുടെ കൂടെ വന്നാൽ മതി കേട്ടോ. ശരി എന്നാ. എക്സാം ഒക്കെ നന്നായിട്ട് എഴുതിയില്ലേ മക്കളെ? ചേച്ചി, ഡാഡി, ഇതാണ് കൊല ചെയ്യപ്പെട്ട അപർണയുടെ അച്ഛൻ. സാർ, എന്റെ മകള്. ഡാഡി, ഡാഡി ഇവരെ ഒന്ന് സഹായിക്കണം. ഞാൻ വേണ്ടത് ചെയ്യാം. എടോ, വേറെ എന്തെങ്കിലും സഹായം? പോയിട്ട് വരാം സാർ. എന്നാ പോയിക്കോളൂ. ശരി സാർ. ശരി ശരി. താമ്പോ ഒരു പാക്കറ്റ് സിഗരറ്റും ഒരു കുപ്പി വെള്ളവും വാങ്ങിക്കൊണ്ടോ. ബാക്കിക്ക് നീ എന്തെങ്കിലും കഴിച്ചോ? നിർത്ത് നിർത്ത് നിർത്ത്. റിവേഴ്സ് റിവേഴ്സ് റിവേഴ്സ്. എട്
എടുത്തോ. ഇവൻ ആദിവാസിയല്ലേ? എവിടെയാണോ ഓർണത്? എന്താടാ ഇത്? ആർക്കടാ ഇത്? എനിക്കറിയാം, ഇത് നിനക്കോ നിന്റെ ആൾക്കാർക്കോ അല്ല. ഇതാ പയ്യന്മാർക്കല്ലേടാ. സത്യം പറയടാ, ഇത് പയ്യന്മാർക്കല്ലേ? പറയടാ, അമ്മ എവിടെയുണ്ട്? അമ്മ എവിടെയുണ്ട്? എന്താണ് ഈ കാണിച്ചേ? നീയൊക്കെ രക്ഷപ്പെടാന്ന് കരുതല്ലടാ. തെറ്റും ചെയ്തിട്ടില്ല. അവനെ ഇറക്കി വിടണോ? ഇറങ്ങല കിട്ടിയില്ലേ? നിനക്കെടുത്താ SP ആണല്ലോ. ഗുഡ് മോർണിംഗ് സാർ. സാർ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അപർണ കൊലക്കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഞാനിപ്പോ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്താ സാർ, എന്തു പറ്റി? സാർ, വണ്ടി തിരിച്ചുവിടും സാർ. Happy birthday to you. Happy birthday to you. Happy birthday to dear Tanya. Happy birthday to you. Happy birthday to you. ഇറങ്ങി വാടാ ഇങ്ങോട്ട്. നടക്കടാ അങ്ങോട്ട്. എന്തായിടോ? സാർ, ഇവരാണ് അപർണ കൊലക്കേസിലെ പ്രതികൾ. ഇവർ 3 പേരേ ഉള്ളൂ. മൊത്തത്തിൽ 4 പേരുണ്ടായിരുന്നല്ലോ. സാർ, ഫോൺ. യെസ്. ഓക്കെ, ശരി. നിങ്ങൾ കാത്തിരുന്ന അപർണ കൊലക്കേസിലെ പ്രതിയെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കും. കേക്കെടുത്ത് മാറ്റും. ഞാനൊരു പോലീസ് മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ CBIയെ ഏൽപ്പിക്കുന്നതിന് പകരം ഈ കേസ് ക്രൈം ബ്രാഞ്ചിനെ ഏൽപ്പിക്കാനാണ് താല്പര്യം. ക്രൈം ബ്രാഞ്ചിൽ വളരെ സമർത്ഥനായ ഒരു ഓഫീസറുണ്ട്. അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. ഞാൻ പാർട്ടി പ്രവർത്തനവുമായി നടന്നിരുന്ന കാലത്താണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. അന്ന് മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ അർപ്പണ മനോഭാവവും സത്യസന്ധതയും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം പാലക്കാട് DYSP ആണ്, മിസ്റ്റർ മുഹമ്മദ് ഇക്ബാൽ.
സർ, അപർണ കൊലക്കേസിൽ ഒരാളാണ് പ്രതി. കേരളത്തിലെ ആന്റി നർക്കോട്ടിക് സെൽ എത്ര വലവരിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്ത ഇന്ത്യയിലെ ഡ്രഗ്സിന്റെ ഹോൾസെയിൽ ഡീലർ അയ്യർ എന്ന് നാമവിശേഷണമുള്ള ദേവദേവരാജ ഗൌഡ അന്വേഷണത്തിനിടയിൽ എന്റെ വലയിൽ വന്നുപെട്ടു. തള്ളിയതല്ലേ അവൻ നമ്മാള്. സർ, എങ്കിട്ട കൊഞ്ചം സരക്ക് ഇருக்கு. സാമ്പിൾ കൊണ്ടുവന്നിരിക്ക. நாங்க இதுக்கு என்ன விலை இருக்கு? சார், அது வந்து கேஜிக்கு 15 லட்சம் ரூபாய் நினைக்கிறேன். இந்த சரக்கு 12 லட்சத்துக்கு டன் கணக்கிന് நானே விட்டுட்டு இருக்கு. நீ வந்து புதுசு தானே, 10 லட்சத்துக்கு கராறு பண்ணலாம். எவ்வளவு இருக்கு? சார், அது வந்து 20 கேஜி இருக்கு. இதுவா பெரிய வியாபாரம்? சரி சரி, സമ്മതമായിരുന്നാ നൈറ്റിലെ അങ്ങ് ഗോഡൌണുക്ക് വാ. சரிங்க சார். മദ്യലഹരിയിൽ തോന്നിയ ഒരു ആവേശം, അതാണ് അപർണ കൊലക്കേസിൽ ഇവരെ കൊണ്ടെത്തിച്ചത്. ഇതാണ് നിങ്ങൾ ഇതുവരെ അറിഞ്ഞ അപർണ കൊലക്കേസ്. എന്നാൽ ഇവരെ കൂടാതെ ഒരാൾക്ക് കൂടി ഇതിൽ പങ്കുണ്ട്. ആരാണ് അഞ്ചാമതൊരാൾ? താങ്കൾക്കറിയാമോ? ഇല്ല സർ, എനിക്കറിയില്ല. ബാംഗ്ലൂരിൽ BSc നഴ്സിംഗ് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. പഠിത്തത്തിൽ എന്ന പോലെ തന്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്നവരെ ഇല്ലാതാക്കാനും അയാൾ മിടുക്കനായിരുന്നു. അത് ആരും സംശയിക്കാത്ത രീതിയിൽ വളരെ വിദഗ്ധമായി നടപ്പാക്കിയിരുന്നു. പിന്നെ അയാൾക്ക് പോലീസിലേക്ക് സെലക്ഷൻ കിട്ടി. ഈ നിൽക്കുന്ന ASA അഗസ്റ്റിൻ. ഞാനാരെയും കൊന്നിട്ടില്ല സർ. വെറുതെ ഞാനാ കൊന്നെന്നുള്ളതിന് നിങ്ങൾക്ക് എന്താ തെളിവുള്ളത് സർ? ഇത് ഈ നിൽക്കുന്ന ജോണിക്കുട്ടി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന വളരെ വില കൂടിയ ഒരു ക്യാമറയാണ്. ഇതിന്റെ പ്രത്യേകത എല്ലാ വശത്തും കാണുന്നത് ഒരേ സമയം റെക്കോർഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇതെന്റെ കയ്യിൽ കിട്ടിയതുകൊണ്ട് കേസ് അന്വേഷണം വളരെ പെട്ടെന്ന് തീർക്കാൻ കഴിഞ്ഞു. ലാപ്ടോപ്പ് സർ, പ്ലീസ്. ഇതിനു ശേഷം എന്ത് സംഭവിച്ചു? ഇതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്നാണ് എനിക്കറിയേണ്ടത്. തെളിവുകളെല്ലാം തനിക്കെതിരാണ് മിസ്റ്റർ അഗസ്റ്റിൻ. താൻ സത്യം പറഞ്ഞേ തീരൂ. താനല്ലേ അന്ന് ലോക്കപ്പിൽ കിടന്ന പ്രദീപിനെ കൊന്നത്? കോൺസ്റ്റബിൾ. സർ. സർ. എടോ, താനിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇതെങ്ങനെ എന്റെ കയ്യിൽ വന്നു പെട്ടുവെന്ന്. സർ, ഇതിലെ ഫിംഗർ പ്രിന്റ് നിങ്ങളുടേതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. പിന്നെ സിറിഞ്ചിലെ ബ്ലഡും പ്രദീപിന്റെ ബ്ലഡും ഒന്നാണെന്നും തെളിഞ്ഞു. നിങ്ങൾ വളരെ വിദഗ്ധമായി പ്രദീപിനെ കൊന്നു. സർ, ഇത് ഇയാളുടെ ആദ്യത്തെ കൊലപാതകമല്ല. മുമ്പ് ബാംഗ്ലൂരിൽ പഠിക്കുന്ന സമയത്ത് അവിടെ പഠിച്ചിരുന്ന മലയാളിയായ അശ്വതി നായരെ ഇയാൾ ഇതുപോലെ കൊന്നു. ആ കൊലപാതകത്തിന് ശേഷം അവിടെ നിന്നും അയാൾ അതിവിദഗ്ധമായി രക്ഷപ്പെടുകയും ചെയ്തു. ഇനി നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അഗസ്റ്റിൻ. ഫോറൻസിക് ലാബിൽ നിന്ന് ലഭിച്ച തെളിവുകളെല്ലാം നിനക്കെതിരാണ്. പിന്നെ ഈ വീഡിയോ ദൃശ്യം. താൻ സത്യം പറഞ്ഞേ തീരൂ. ഞാൻ സത്യം പറയാം സർ. ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 302, 120B IPC ക്രിമിനൽ കോൺസ്പിറസി, 193 IPC ഫാബ്രിക്കേറ്റിംഗ് ഫാൾസ് എവിഡൻസ് എല്ലാം കൂടി ചേർത്ത് ഒരു തൂക്കുകയർ. അത് ഉറപ്പാണ് മിസ്റ്റർ അഗസ്റ്റിൻ. കൺഗ്രാറ്റ്സ് മിസ്റ്റർ മുഹമ്മദ് ഇക്ബാൽ. സർ, താങ്ക് യു സർ.
തൽക്കാലം രക്ഷപ്പെട്ടു. അഗസ്റ്റിൻ, യു ആർ അണ്ടർ അറസ്റ്റ്. കം വിത്ത് മീ. ദേവരാജ ഗൗഡ, നടക്കടാ അങ്ങോട്ട്. എടാ